കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ വീട്ടിൽ ഒരു കൂട്ടം SFI നേതാക്കൾ വന്നിട്ട് കുറെ ന്യായീകരണം നടത്തി. പലതും ന്യായീകരിക്കാൻ ശ്രമിച്ചു. സിദ്ധാർത്ഥന്റെ പിതാവ് ആട്ടി ഓടിച്ചു വിട്ടു. അവിടെ നിന്ന് കഴിഞ്ഞാൽ സിദ്ധാർത്ഥന് കൊടുത്തതിന്റെ പലിശ കിട്ടും എന്ന് മനസ്സിലായപ്പോൾ നാട്ടുകാർ ഒരുമിച്ച് കൂടിയപ്പോൾ ഇറങ്ങി ഓടുകയായിരുന്നു എന്നാണ് കേട്ടത്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് മറ്റാരുടെയെങ്കിലും ഒക്കെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി പല പോസ്റ്ററുകളും അതുപോലെ കൊടികളും അത് ഫ്ലെക്സുകളും ഒക്കെ SFIയും CPM-ഉം DYFIയും ഒക്കെ വെച്ചിരുന്നിട്ടാണ് മനസ്സിലാകുന്നത്. അതൊക്കെ എടുത്തു മാറ്റാനും അത്തരം നാടകങ്ങളൊന്നും ഇവിടെ വേണ്ട എന്നും അദ്ദേഹം സിദ്ധാർത്ഥന്റെ പിതാവ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പുതിയൊരു ഫ്ലക്സ് അദ്ദേഹത്തിന്റെ വീട്ടിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതിൽ സിദ്ധാർത്ഥത്തിനെ SFIക്കാരനാക്കിയെന്ന് മാത്രമല്ല, അന്വേഷണം നടത്തി പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ആഹ്വാനവുമുണ്ട്. അതായത് വേറെ ആരോ വന്ന് ചെയ്തതുപോലെയാണ് ഉള്ളത്. ആ ബോർഡ് കാണുന്ന ഏതൊരു വ്യക്തിക്കും ആദ്യം മനസ്സിലാകുന്നത് ഇത് മറ്റാരോ കൊന്നതാണ്, SFIക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ്. എന്നാൽ അവിടെ വന്നിട്ടുള്ള SFIയുടെ വിദ്യാർത്ഥി നേതാക്കൾ അവരുടെ വീട്ടുകാരെ, സിദ്ധാർത്ഥന്റെ വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥനെ തല്ലി അവശനാക്കിയിരുന്നെന്നും എന്നാൽ അതിൽ 1-2 പേർ തങ്ങളുടെ പ്രവർത്തകർ ഉണ്ടായിരുന്നുവെന്നും അവർക്ക് എതിരെയുള്ള കർശന നടപടികൾ എടുത്തിട്ടുണ്ടെന്നൊക്കെയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥന്റെ പിതാവ് വളരെ പരുഷമായാണ് അവരോട് സംസാരിച്ചത്. അവരിങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായും ഈ ന്യായീകരണവും മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നാട്ടുകാരാണ് അവർ ഒരുമിച്ച് കൂടും. കാരണം അവരുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, ഒരു മകൻ ആണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവർ വലിഞ്ഞു കൂടിയപ്പോൾ സംഗതി പന്തിയല്ല എന്ന് മനസ്സിലായി. അവർ ഇറങ്ങി ഓടി, SFIയുടെ നേതാക്കൾ ഇറങ്ങി ഓടി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ചെഞ്ചുറാണി ഇതിനിടയിൽ ഒരു പ്രഖ്യാപനം നടത്തി. മുഖം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ നടപടിയെടുക്കുമെന്ന്. മുഖവും രാഷ്ട്രീയം നോക്കാതെ നടപടിയെടുക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് SFI ആണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെന്ന്. അതുകൊണ്ട് തന്നെ അവർ തുടർന്ന് ഏത് തരത്തിലുള്ള നടപടിയാണ് നേരിടേണ്ടി വരിക എന്നും വ്യക്തമാണ്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കി തന്നെയാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ഗവർണറെ കണ്ട് പരാതി കൊടുത്തത്. ഗവർണർ അത് സംബന്ധിച്ച് DGPയെ വിളിച്ചു വരുത്തി DGPയോട് വിശദീകരണം ചോദിച്ചു. കേസിന്റെ അന്വേഷണം ഓരോ ഘട്ടത്തിലും കൃത്യമായി അതിന്റെ റിപ്പോർട്ട് തന്നെ അറിയിക്കണം എന്ന് പറയുകയും ചെയ്തു. കേസ് അന്വേഷിക്കുന്നത് ഒരു പ്രത്യേക ഗ്രൂപ്പ്, ഒരു വിഭാഗം തന്നെയാണെന്നും 7 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും DGP ഗവർണറെ അറിയിക്കുകയും ചെയ്തു. SFI നേതൃത്വവും അതുപോലെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ വന്ന SFIയുടെ നേതാക്കളും ഒക്കെ പറയുന്നത് ഈ ക്രൂരകൃത്യം ചെയ്തതിൽ ചില SFI പ്രവർത്തകരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഒരു സാധാരണ ഒരു പ്രവർത്തനമായിട്ടാണ് അവർ കാണുന്നത്. യഥാർത്ഥത്തിൽ അതല്ല. SFIയുടെ അവിടുത്തെ ചെയർമാൻ അടക്കമുള്ള നേതാക്കന്മാർ തന്നെയാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ എന്നാണ് സിദ്ധാർത്ഥന്റെ സുഹൃത്തുക്കൾ കുടുംബത്തെ അറിയിക്കുന്നത്. 18ഓളം പേർ കുറ്റക്കാരാണെന്ന് പറയുന്നു. ഇവരെ അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നത് വരെ സമരം ചെയ്യുമെന്നാണ് സിദ്ധാർത്ഥന്റെ പിതാവ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചെറുപ്പക്കാരൻ നാട്ടും പുറത്തു നിന്ന് ഒരു വിദ്യാഭ്യാസം നേടാൻ വേണ്ടി, എന്തെങ്കിലും പഠിച്ച് എന്തെങ്കിലുമൊക്കെ ആകാൻ വേണ്ടി വളരെ പ്രതീക്ഷയോടെ കോളേജിലേക്ക് എത്തുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന് തങ്ങളുടെ ഇംഗിതത്തിന് കിട്ടുന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അവനെ പിടിക്കുക, 3 ദിവസം പച്ച വെള്ളം പോലും കൊടുക്കാതെ പൂട്ടിയിട്ടിട്ട് ബെൽറ്റിന് അടിക്കുക, ചവിട്ടുക, കഴുത്തിന് ചവിട്ടുക, നെഞ്ചിന് ചവിട്ടുക, കവിള് വലിച്ച് മാന്തുക, ഇതൊക്കെ ചെയ്തതിനെല്ലാം പുറമെ ആ വിദ്യാർത്ഥികളെല്ലാം നടുവിൽ വിവസ്ത്രനായി നിർത്തി ബെൽറ്റ് കൊണ്ട് തലങ്ങും വിലങ്ങും അടിക്കുക, ബക്കിൾ കൊണ്ട് അടിക്കുക. ബക്കിൾ കൊണ്ട് അടിച്ച പാടുകൾ ശരീരം മുഴുവൻ ഉണ്ടെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, തൂങ്ങി മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു പാടിന് പുറമെ മറ്റെന്തോ ഇട്ട് മുറുക്കിയിട്ടുള്ള, അതായത് 2 ദിവസം പഴക്കമുള്ള വിറവുണ്ട്. അത് സുഹൃത്തുക്കൾ പറയുന്നത് ഇലക്ട്രിക് വയർ കഴുത്തിന് മുറുക്കിയിരുന്നു എന്നാണ്, അതിനു മുമ്പ് മുറുക്കിയിരുന്നു എന്നാണ്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് കഴുത്തിന് മുറുക്കി കൊന്നതിന് ശേഷം അപ്പോൾ തന്നെ എടുത്ത് കെട്ടിത്തൂക്കി എന്നാണ് മനസ്സിലാക്കേണ്ടത്. 3 ദിവസം പട്ടിണി കിടക്കുക, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ അടികൊണ്ട് അവശനായി കിടക്കുന്ന സിദ്ധാർത്ഥ് കയറി തൂങ്ങുമെന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. മാത്രമല്ല അതിന് കഴിയില്ല. അതുപോലെ തന്നെ അവശനായിരുന്നു. അതുപോലെ ക്രൂരമർദ്ദനമാണ് അവർ നടത്തിയത്. ആന്തരികമായിട്ട് കുടലിന് കേടുവന്നു എന്ന് പറയുന്നു. ചെറുപ്പമായതുകൊണ്ടാണെന്ന് തോന്നുന്നു. വാരിയിൽ ഒടിഞ്ഞിട്ടില്ല, ഇല്ലെങ്കിൽ ഒരുപക്ഷെ നേരത്തെ തന്നെ മരണം സംഭവിച്ചേനെ. അത്രത്തോളം ക്രൂരമായ മർദ്ദനമാണ് SFIയുടെ നേതാക്കൾ അഴിച്ചുവിട്ടത്. SFIയുടെ നേതാക്കളെ രക്ഷിക്കാൻ CPM നേതൃത്വം നേരിട്ട് ഇടപെടുന്നു എന്നതിന്റെ തെളിവാണ് ഇതിന്റെ കേസിന്റെ വിശദവിവരങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാകുക. പ്രതികൾക്ക് നേരെയുള്ള കുറ്റം ഇയാളെ കൊന്നു എന്നുള്ളതല്ല, കൊലപാതക കുറ്റം ഇല്ല. സിദ്ധാർത്ഥിനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നുള്ള ആത്മഹത്യ പ്രേരണ കുറ്റമുണ്ട്. പുറമെ മർദ്ദിച്ചു, ആയുധങ്ങൾ കൈവശം വെച്ചു, ഇതൊക്കെയാണ് കുറ്റം. അതായത് പ്രതികളെ ഏത് വിധേനയും സംരക്ഷിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല SFI നിലവിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും CCTV ഇല്ല, വെക്കാൻ സമ്മതിക്കില്ല. കാരണം ഗുണ്ടകൾക്ക് പരിശീലനം കൊടുക്കുക, ആ പരിശീലനം സിദ്ധിക്കുക, തല്ലുക, കൊല്ലുക,
അതിനാണല്ലോ വരുന്നത്. അപ്പോൾ അതൊക്കെ പരിശീലിക്കുമ്പോൾ സ്വാഭാവികമായും CCTV പതിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ CCTVകൾ SFI ഉള്ള ഒരു കോളേജിലും എവിടെയുമില്ല. പക്ഷെ ഇപ്പോൾ അധികാരികൾ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അവിടെ CCTV സ്ഥാപിക്കണമെന്നാണ്. പക്ഷെ അത് നടക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ശരിക്കും CCTV അല്ല കലാലയങ്ങളിൽ സ്ഥാപിക്കേണ്ടത്. SFIയെ അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ കലാലയത്തിൽ നിന്ന് പടിയിറക്കുകയാണ് വേണ്ടത്. ആ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. കലാലയത്തിൽ തെരഞ്ഞെടുപ്പിന്റെ മറ്റാവശ്യമൊന്നുമില്ല. അവിടെ വന്നാൽ പഠിച്ചാൽ മതി. ആ നിലയിലായി കഴിഞ്ഞാലേ കാര്യങ്ങൾ നടക്കൂ. അല്ലെങ്കിൽ SFI എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇനിയും ഇത്തരത്തിൽ സ്ഥാപനങ്ങളിൽ, കോളേജുകളിൽ നിലനിന്ന് കഴിഞ്ഞാൽ സിദ്ധാർത്ഥമാർ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം അവരെ സംരക്ഷിക്കാൻ നേതാക്കളുണ്ട്. ഈ പ്രതികൾ അവരെ സംരക്ഷിക്കാൻ നേതാക്കൾ ഉണ്ടാവും എന്ന് കരുതി തന്നെ ഒളിവിലായിരുന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു ഈ പ്രതികൾ. അങ്ങനെ കീഴടങ്ങിയിട്ടും ചേർത്തിട്ടുള്ള വകുപ്പുകൾ നമുക്ക് മനസ്സിലാവുമ്പോൾ അവരെ രക്ഷിക്കാനുള്ള ശ്രമം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഗവർണറുടെ ഇടപെടലുകൾ ഒരുപക്ഷെ ഈ കേസിനെ അതിന്റെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.